लेकिन बहुत बढ़िया बहुत बढ़िया गाड़ी। हाँ हाँ ഇതൊരു ഇന്ത്യൻ മെയ്ഡ് 3-wheeled കാറാണ്, സിപ്പാനി ബാദൽ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വെലോസിറ്റി. ബാദൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് സെയിൽ അഥവാ സിപ്പാനി ഓട്ടോ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് വന്നിട്ട് ബാംഗ്ലൂരിൽ ബൊമ്മനഹള്ളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടാക്കിയ അവരുടെ ഫാക്ടറി എന്ന ബൊമ്മനഹള്ളി ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു. അന്നേരം ബാംഗ്ലൂരിൽ ഉണ്ടാക്കിയ വണ്ടി എന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി. അത് കഴിഞ്ഞ് അധികം വണ്ടികൾ ഇറങ്ങിയിട്ടില്ല. പണ്ട് ബാംഗ്ലൂരിൽ ടാക്സി ആയിട്ടും ഇത് ഉപയോഗിച്ചിരുന്നു. ഇങ്ങനത്തെ ഈ സിപ്പാനി ബാദൽസ് ടാക്സി ആയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പകരം ടാക്സി ആയിട്ട് സിപ്പാനി ബാദൽ ഉപയോഗിച്ചു. ഇത് എന്നിട്ട് എനിക്ക് കിട്ടിയത് തുംകൂർ, ഇവിടെ ബാംഗ്ലൂരിനടുത്ത് തുംകൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇതെനിക്ക് കിട്ടിയത്. ഇത് റിസ്റ്റോർ ചെയ്തു, കംപ്ലീറ്റ്ലി റിസ്റ്റോർഡ് ആണ്. ഇതിന് വന്നിട്ട് 200 cc, നമ്മുടെ പഴയ ലാംബ്രട്ടയ്ക്ക് വന്നിരുന്ന 150 cc, പിന്നെ എനിക്ക് തോന്നുന്നു വിജയ് സൂപ്പറിന് 175 cc വന്നിട്ടുണ്ട്. ഇതിൻ്റെ എൻജിൻ വന്നിട്ട് 200 cc ഇന്നസെൻറ്റി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് 2-stroke എൻജിനാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ 4-speed ഗിയർ ബോക്സ്. ഈ 4-speed ഗിയർ ബോക്സിന് കൂടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതിൽ റിവേഴ്സ് ഗിയറും ഉണ്ട്. അന്നേരം 4 ഫോർവേഡ് ഗിയേഴ്സും 4 റിവേഴ്സ് ഗിയേഴ്സും ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫൈബർ ബോഡി. ചാസി മെറ്റലാണ്, പക്ഷേ അതിൻ്റെ പുറത്തുള്ള ബോഡി മുഴുവൻ ഫൈബറാണ്. സ്റ്റിയറിംഗ് വീലുണ്ട്. ഫ്രണ്ടിലത്തെ സിംഗിൾ വീല് കൺട്രോൾ ചെയ്യാനായിട്ട് അകത്ത് സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുണ്ട്. 4 പേർക്ക് ഇരുന്ന് പോകാം. പക്ഷെ 3 ഡോറേ ഉള്ളൂ. ഈ ഡ്രൈവറിൻ്റെ പുറകിൽ ഇവിടെ ഡോറില്ല. ഡ്രൈവർ സൈഡ് ഡോറും അവിടെ 2 ഡോറുമാണ് കൊടുത്തിരിക്കുന്നത്. എൻജിനും എല്ലാം വന്നിട്ട് ബാക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ ഇപ്പം അത് കഴിഞ്ഞ് അന്നത്തെ കാലത്തെ ഓട്ടോറിക്ഷയ്ക്ക് ഫ്രണ്ടിലായിരുന്നു എൻജിൻ. അത് കഴിഞ്ഞാണല്ലോ ഈ ബജാജ് ബാക്ക് എൻജിൻ ഓട്ടോ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്തത്. അതിനു മുമ്പേ ഈ വണ്ടിക്ക് ബാക്കിലാണ് എൻജിൻ സെറ്റ് ചെയ്തിരുന്നത്. നിലവിൽ ഇന്ത്യയിലുള്ള ഏക HSR പ്ലേറ്റ് ഉള്ള സിപ്പാനി ബാദൽ ഈ കാണുന്നതാണ്. मैं 1970 से कार का काम शुरू किया हूँ. मेरा खुद का वर्कशॉप था. 2000 तक मैं रेगुलर कार्स करता था. 2000 के बाद सिर्फ विंटेज कार बना रहा हूँ. बादल जो है बहुत बढ़िया गाड़ी, 3 सिलेंडर, 2 सिलेंडर 3 व्हील व्हीकल. जब गाड़ी आया, बहुत सिटी में बहुत प्राइवेट गाड़ियाँ बहुत चल रहा था. उसी टाइम मैं भी बुक किया था बस. उसके बाद ये उतना शाइन हुआ नहीं गाड़ी. लेकिन आपके पास था ये गाड़ी? था. अच्छा. कितना था ये बादल? एक या 3 गाड़ी बुक किया था मैं. टैक्सी अलॉटमेंट के लिए 3 गाड़ी बुक किया था. वो कुछ प्रॉब्लम में मिला नहीं, बस कैंसिल करके पैसा वापस लिए बस. अच्छा. लेकिन बहुत बढ़िया बहुत बढ़िया गाड़ी. लाइट वाइट. 4 आदमी मिले तो आराम से उठा सकता है गाड़ी. 3 आदमी रहे तो भी बस, पीछे तो सामने 1 आदमी रहे तो गाड़ी आराम से उठा के बाजू रख सकता है. 4 പേര് ഉണ്ടെങ്കിൽ എളുപ്പം എടുത്ത് പൊക്കാന്നാണ് പറയുന്നത്. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. टोटली कंप्लीट फाइबर बॉडी है. बस बाकी सभी रस नहीं आएगा. नहीं, रेस्ट का मतलब ही नहीं. इसे कुछ जोर से लगे तो ये बम जैसे वापस आ जाएगा. फिर ये होता है बहुत हार्ड मार गिरा तो उधर छेद गिर जाएगा, लेकिन शेप वैसा ही रहेगा. समझो इधर कुछ लगा है, छेद गिर जाएगा, लेकिन ये शेप ऐसा ही रहता है, कुछ बेंड होता नहीं. ഇവിടെ എന്തെങ്കിലും കൊണ്ട് ചളങ്ങുവാണെങ്കിൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത്രയ്ക്കും ഹാർഡ് ഫൈബർ ആണ്.
ചുമ്മാ സോഫ്റ്റ് ഫൈബർ അല്ല. പെട്ടെന്നൊന്നും ഈ വാഹനത്തിനൊന്നും സംഭവിക്കില്ലെന്നാ പറയുന്നത്. ലൈറ്റ് വെയിറ്റും ആണ്, നല്ല നല്ല ബോഡി ക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. और क्या खासियत है ये गाड़ी की? ये स्लाइडिंग ग्लास है। ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇതിന് ഫോൾഡിംഗ് ഗ്ലാസ് ആണ്. സിട്രോയൻ 2CV ഗ്ലാസ് ഒക്കെ പോലെ. അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതെങ്ങനെയാ ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഉള്ളിൽ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്യാന്നാണ്. അതിൻ്റെ എൻജിൻ സൗണ്ട് കേട്ടാൽ പഴയ ഓർമ്മയുള്ള ആൾക്കാർക്കറിയാം. ലാംബ്രട്ട സ്കൂട്ടറിൻ്റെ, അതായത് പണ്ടുണ്ടായിരുന്ന ലാംബി അല്ലെങ്കിൽ ലാംബ്രട്ട സ്കൂട്ടർ അല്ലെങ്കിൽ ലാംബ്രട്ടയുടെ പണ്ടുണ്ടായിരുന്ന ഓട്ടോറിക്ഷ, അതിൻ്റെ സെയിം എൻജിൻ സൗണ്ടാണിത്. ആ മൂളല്, അതിൻ്റെ ഒരു പ്രത്യേക ഒരു നല്ല രസമുള്ള ഒരു മൂളലാണ്. അതേസമയം ബജാജ് ഓട്ടോറിക്ഷയും ബാക്കി ബജാജ് ചേതക് അതിനൊക്കെ ഒരു റഫർ സൗണ്ട് ആയിരുന്നു. അതേസമയം ലാംബിയുടെ അല്ലെ ലാംബ്രട്ട ഇതിനൊക്കെ ഒരു നല്ലൊരു സൗണ്ട് ആയിരുന്നു, ഒരു മൂളൽ പോലത്തെ ഒരു സൗണ്ട്. അത് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ലാംബി വന്നിട്ട് 150cc, വിജയ് സൂപ്പർ വന്നിട്ട് 175cc. ഇത് സെയിം എൻജിൻ 200cc ആണ്. കണ്ടാൽ അതുപോലെ തന്നെ ഇരിക്കും. റൗണ്ട് സിലിണ്ടർ ആണ്, അല്ല റൗണ്ട് ഹെഡ് ഷേപ്പ് റൗണ്ട് ആണ്. ലാംബിയുടെയും വിജയുടെയും പോലെ തന്നെ ഇരിക്കും, പക്ഷെ 200cc ആണ്. അതുകൊണ്ടാണ് ആ സൗണ്ട്, ആ ലാംബ്രട്ടയുടെ ആ ടിപ്പിക്കൽ സൗണ്ട് കിട്ടുന്നത്.